പള്ളിപ്പെരുന്നാൾ അടുത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എന്തിനാണെന്നറിയാവോ? പെരുന്നാളിന് നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. അതന്നെ പരിപാടിയാ. നമ്മളും ഇടവക്കാർ തന്നെയല്ലേ, പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനോട് പ്രത്യേകത? അതല്ലേ പാരിഷോട് പണിയാനായിട്ട് നമ്മളും കുറെ പണം കൊടുത്തതാ. ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ചായ? ആരാണ് നോക്കും? ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ഇച്ചയാ, ആരാ? ആ, അങ്കിളാ. ഹലോ, പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ, അതങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്കിള് പറയുന്ന പോലെ ചെയ്യാം. ആ ആ ശരി, എന്നാ വയ്ക്കട്ടെ. എന്നതാ കാര്യം? അതെ, അങ്കിളിന് നമ്മുടെ അഭിപ്രായം തന്നെ. ഇഞ്ചക്കാട്ടിന് മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ നമ്മളും തയ്യാറായിക്കൊള്ളാൻ. വെറുതെ എന്തിനാ ഇച്ചയാ പള്ളിയിൽ പോയി അവരുമായിട്ട് വഴക്കിനും ബഹളത്തിനും ഒക്കെ നിൽക്കുന്നേ? അങ്ങനെ പള്ളിയിലെ ഭരണം മുഴുവൻ ഇഞ്ചക്കാട്ടിന്റെ മക്കൾ മാത്രം നടത്തണ്ട. അതന്നെയാ. കഴിഞ്ഞ തവണ പ്രസന്റിയ വായിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാ പറഞ്ഞാ? ഓ, പിന്നെ നാട്ടുകാരുടെ ചെലവിലല്ല നമ്മളോട് കഴിയുന്നത്. ഒന്ന് പോടി അവിടുന്ന്. പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന 12-ാം തീയതി ആരംഭിക്കുകയാണ്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ വർഷത്തെ പ്രസേന്തി ശ്രീ ഇഞ്ചക്കാടൻ മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി. അതെന്നാ ചാക്കോച്ച, പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസേന്തി അല്ലേ? അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം? കീഴ്വഴക്കത്തിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഈ വർഷത്തെ പ്രസേന്തി ആവേണ്ടത് ഞാനാ. അച്ഛന് മത്തായിയോടുള്ള പ്രത്യേക സ്നേഹം വെച്ചാ എന്നെ ഒഴിവാക്കിയേ. മത്തായി പോലെ പള്ളിക്ക് പണം സംഭാവന ഞങ്ങൾ തരുന്നില്ലേ? ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി സ്കോച്ചും തരാത്തോണ്ടാ. ദേ, പള്ളിപ്പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുമ്മാ ഇരിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കണ്ട. നിങ്ങൾ ഇരിക്കണം. അച്ഛനൊന്നും പറയണ്ട. ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത ഇവർക്ക് ആർക്കും ഇല്ലച്ചോ. ഞങ്ങളുടെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുകൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടൻ മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാച്ചോ. ചുങ്കത്തറ ഇട്ടിച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഇട്ടിച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാനും മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എടാ, അനാവശ്യം പറഞ്ഞാൽ നീ ഇവയോടെ പോകലേ? ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭർത്താവ്. വിടടാ അച്ചോ, ഇതൊരു ഒത്തുകളിയാണെന്ന് ഇപ്പോഴാ മനസ്സിലായേ. ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ എടുത്തോ. വാടാ, പെരുന്നാളിന് കാണാം. നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കടിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കുത്തുകയൊന്നുമല്ലല്ലോ. പള്ളി ഞങ്ങളുടെ കുത്തകയല്ല, പക്ഷെ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്ത്യക്കാട്ടുകാർക്ക് തന്നെയാ. മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വെച്ചാ പറയണേ. എന്റെ മക്കളെ ഞാൻ തൊട്ട് കളിച്ച എല്ലാത്തിനും ഞാൻ കൊന്നോളേ. ഈ പെരുന്നാൾ നടത്താൻ പറ്റുന്ന ഞാനും നോക്കട്ടെ.
നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ കൊച്ചാക്കിയല്ലടാ. പോകാൻ വരട്ടെ. വേണ്ട, അമ്മച്ചിക്കറിയോ പള്ളിപ്പറമ്പിലിട്ട് പട്ടിയെ തല്ലുന്നവരെ ഞങ്ങൾ തല്ലിപ്പോ അച്ഛനോടൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരാ. അമ്മച്ചി മാറും. ഇങ്ങനെ ഇറങ്ങി വേണം. ഇഞ്ചക്കാരന്റെ മക്കളെ രണ്ടാണെങ്കിലേ നമ്മളെ 3 പേരുണ്ടാ. അതിലൊരുത്തൻ ചായനല്ലെങ്കിൽ ചാവട്ടെ. ഇവിടുത്തെ എച്ചിൽ നിന്ന് വന്ന പട്ടിയുടെ അടിമറിച്ച ജീവിതം നമുക്ക് വേണ്ട. ഇറങ്ങി വേണം. പോണ്ട, നിനക്ക് പേടിയാണ്. നീ വരണ്ട. മാറാ, ഞാൻ മാറില്ല. മാറിക്കല്ലോ പറഞ്ഞു. ഇച്ചാ പറയുന്ന കേൾക്കില്ല. എങ്ങോട്ടാടാ? ചെല്ലടാ ചെല്ല്. പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ. കിട്ടിയൊന്നും മതിയായില്ലേ നിനക്കൊക്കെ? എടാ, അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല, നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട്. അങ്ങോട്ടിപ്പോ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകയില്ല. എന്താടാ, പോകുന്നില്ലേ? ചെല്ലടാ. എടാ, കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട്, ബുദ്ധി. അതാ നിനക്കൊക്കെ ഇല്ലാതെ പോയത്. കേറി പോടാകത്ത്. പോടാ. ആഹാ, കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്തിഞ്ഞ് പോന്നാ പോരാ കേട്ടോ. കുജിയച്ച, ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ, പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. തോമാച്ചനും മത്തായിക്കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി, ഇറങ്ങ്. ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണോ മത്തായിക്കുട്ടി? ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാരിക്കറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ. പോയിട്ട് വരും മക്കളെ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ഇച്ചായന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടാ. വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ.
വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങൂല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട, തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രപ്പോസൽ അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ, ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ. ഈ തങ്കച്ച ആളെങ്ങനെയാ? അയ്യോ, വളരെ നല്ല സ്വഭാവക്കാരനാ. അല്ല, കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ. മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്ന് എത്താനേ സാധ്യതയുള്ളൂ. ആ, നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. ബോസിനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ, പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ല. കല്യാണ ഡ്രസ്സ് അവര് ചുങ്കത്രയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ? നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോരുത്. ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ചായൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ? റോയ്ച്ച, നീ എന്റെ പണി നോക്ക്. ദാ വരുന്നുണ്ട്. വരൂ, വരൂ. നമസ്കാരം. ചുങ്കത്രയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. കല്യാണ ഡ്രസ്സ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചായന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞാ പാലിക്കുന്നവരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞാ ഇവിടുന്ന് എടുക്കൂ. വരൂ, നമുക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായൻ പറയുന്നത്. അല്ല, അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം. അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. ആ, ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്. നിങ്ങൾ വാ. ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിൽക്കേ. വാ. അവിടെ നിൽക്ക്. ഞാൻ കൂടെ പോയിട്ട് വരാം. എവിടേക്കാ പോണേ? നമുക്കിവിടെ വല്ലതും സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാനിപ്പോ വരാം. ശരിയിലിപ്പോ വരാം. അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന്. അല്ല, ഞാനെന്താ പറഞ്ഞേ? കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് അവിടെ വന്ന് കയറി. ഞാനവരെ ഒതുക്കി രാത്രിക്ക് രാത്രി. ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇപ്പം വരാം. നടക്കണ്ടേ? ഷെർലി ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാം സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞു. തമാശ പറഞ്ഞാണോ? പകുതി തമാശയായിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി. അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്. അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട, അത് തന്നോടുള്ള സോഫ്റ്റ് കോർണർ അല്ല, തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷനാണ്. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ റോയ്? ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഫലിത ബന്ധുക്കളിലെ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ. ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല. അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും.